എവരിവൺ, ഫിസിക്സ് പോസ്റ്റിലെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായി എടുക്കാൻ പോകുന്ന കണ്ടന്റുകൾ ഇവയൊക്കെയാണ്. നമുക്ക് അവ ഏതൊക്കെ നമുക്ക് നോക്കാം. പക്ഷെ നമ്മൾ എടുക്കാൻ പോകുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് ആണ്. ഓക്കെ, അതിനുശേഷം ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഇലക്ട്രിക് ഡൈപോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് എ ഡൈപോൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കണ്ട് ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് ആണ് അല്ലേ. ഓക്കെ, ഈ മൾട്ടിപ്പിൾ ചാർജസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് ഒരു മൾട്ടിപ്പിൾ ചാർജസിനായിട്ടുള്ള ഫോഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്ടൺസ് ലോ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ ന്യൂട്ടൺസ് ലോയില് അപ്പൊ ന്യൂട്ടൺസ് ലോ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് കൂളംസ് ലോ നമുക്കറിയാം. ഓക്കെ, അപ്പൊ കൂളംസ് ലോ പ്രകാരം F = 1/4πε0 Q1 Q2/r². ഓക്കെ, ഇവിടെ മൾട്ടിപ്പിൾ ചാർജസിന്റെ കേസിലുള്ള എങ്ങനെയാണ് കൂളം ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു ചാർജ് കൺസിഡർ ചെയ്യാണ്. ഒരു ചാർജ് ആണ് Q1 എന്നുള്ളൊരു ചാർജ് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ചാർജ് എടുക്കുകയാണ്. ഓക്കെ, Q2 എന്നുള്ള ചാർജാണ്. ഓക്കെ, ഇത് Q3 എന്നുള്ള ചാർജാണ്, എക്സെട്ര. ഈ ചാർജ് നമുക്ക് എന്ത് ചെയ്യാം, Q1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, മൾട്ടിപ്പിൾ ചാർജ്, അതായത് കുറെ ചാർജസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഇത് നമുക്ക് എഴുതി കൂടെ, ഇത് ഇങ്ങോട്ടേക്കുള്ള ഈ Q1ലേക്ക് ഒരു ആഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡിസ്റ്റൻസ് ആണ് R12 എന്ന് കൊടുക്കുക. ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യാം, R13 എന്ന് കൊടുക്കാം. ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് R1n എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് കൂളംസ് ലോ ഒന്ന് എഴുതി നോക്കാം അല്ലെ. കൂളംസ് ലോ പ്രകാരം എന്തെങ്കിലും എഴുതാം. F = പറഞ്ഞേ, F = 1/4πε0 Q1 Q2/r². ഓക്കെ, F = അപ്പം F12 എഴുതി നോക്കാം. ഓക്കെ, F12 എന്ന് പറഞ്ഞാല് 1/4πε0 Q1 Q2/R12 R12² ക്യാപ്. എഴുതാലോ, എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഫോഴ്സ് കൂടെ F13 കൂടെ. F13 എന്ന് പറയുന്നത് 1/4πε0 Q1 Q3/R13² R13 ക്യാപ്. പറഞ്ഞേ, F1n എന്ന് പറയുന്നത് എങ്ങനെ ഇതാ, 1/4πε0 Q1 Qn/R1n² R1n ക്യാപ് ചെയ്തു ഇവിടെ. ഓക്കെ, അപ്പം കൂളംസ് നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്പിൾ ചാർജസ് അല്ലേ. അപ്പൊ നമ്മൾ അതിന് കൂളം ഫോഴ്സ് ആണ് ഇവിടെ എഴുതിയത് അല്ലേ. ആ കൂളം ഫോഴ്സ് എന്ത് ചെയ്യാം, നമ്മളിവിടെ എഴുതി. ഓക്കെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ Q1 എന്ന ചാർജിലേക്ക് നമ്പർ ഓഫ് ചാർജസ് ആണ് എന്ത് ചെയ്യുക, ഒരു പോയിന്റിലേക്ക് ആഡ് ചെയ്യുന്നത് അല്ലെ. Q1 എന്ന ചാർജിലേക്ക് തമ്മിലുള്ള ഫോഴ്സ്, അതായത് Q1 എന്ന ചാർജ് ഉണ്ട്, Q2 എന്നുള്ള ചാർജ് ഉണ്ട്. അപ്പൊ അവ തമ്മിലുള്ള കൂളം ഫോഴ്സ് എഴുതി. അതുപോലെ Q1 എന്നുള്ള ചാർജും അതുപോലെ Q3 എന്നുള്ള ചാർജും എഴുതി. അങ്ങനെ കുറെ നമ്പർ ഓഫ് ചാർജസ് ഉണ്ട്. അപ്പൊ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ ഈ n നമ്പർ ഓഫ് ചാർജസും n എന്നുള്ള ചാർജും അത് Q1 എന്നുള്ള ചാർജും നമ്മളുടെ കൂളം ഫോഴ്സും നമ്മൾ എഴുതി. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടോട്ടൽ കാണും, ചാർജ് കാണണം. ഈ ടോട്ടൽ ചാർജ് എന്ന് പറയാൻ നെറ്റ് ചാർജ് എന്നുള്ള പറയാം. അപ്പൊ നെറ്റ് ചാർജ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നെറ്റ് ചാർജ് F നെറ്റ് ചാർജ് എന്ന് പറയുന്നത് സം ഓഫ് F12 പ്ലസ് F13 പ്ലസ് എക്സെട്ര പ്ലസ് F1n ഇതിൽ കൂടെ, അതാണ് ടോട്ടൽ ചാർജ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ചെറിയ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ ചാർജ് കാണാൻ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, കൂട്ടുകയാണ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഇവിടെ ചെയ്താലോ, 1/4πε0 Q1 Q2/R12². ഓക്കെ, R12² R12 ക്യാപ്പ് പ്ലസ് 1/4πε0 Q1 Q3/R13. ഓക്കെ, R13 R13² ക്യാപ്പ്. ക്ലിയർ ആണല്ലോ. ഇത്ര കാര്യം നമുക്ക് പറയാം. ഓക്കെ, ഇനി അതേമാതിരി പ്ലസ് എക്സെട്ര പ്ലസ് 1/4πε0 Q1 Qn/R1n² R1n ക്യാപ്പിന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇത് നമ്മൾ എന്ത് ചെയ്യാം, കോമൺ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാം, ഒരുമിച്ച് എടുക്കാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അതിൽ കോമൺ ആയിട്ടുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യാം, ഒരുമിച്ച് എഴുതാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിൽ കൂടെ Q1/4πε0 കോമണിലേക്ക് എടുത്തൂടെ. ബാക്കി എന്താ ഉണ്ടാവുക,
Q2 by R12 square into R12 cap plus Q3 divided by R13 square into R13 cap plus etc. plus Qn by R1n square into R1n ന്റെ ക്യാപ്പ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത പേജിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു നമുക്ക് എഴുതാം Q1 by 4 pi epsilon 0 ഇൻറ്റു സമ്മേഷൻ രൂപത്തിൽ നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ I is equal to 2 to n Qi divided by R1i square into R1i ക്യാപ്പിന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഈ രീതിയിലേക്ക് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇതാണ് ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, ഇനി നമ്മളാണ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ട് സപ്പോസ് നമ്മൾ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം എടുക്കുക അല്ലെ, ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം എടുക്കുകയാണെങ്കിൽ സപ്പോസ് വിചാരിക്കാം, അപ്പൊ ക്രിക്കറ്റ് സ്റ്റേഡിയം എടുക്കുകയാണെങ്കിൽ അതിന്റെ കളി നടക്കുന്ന ഏരിയ അതാണ് അതിന്റെ ഫീൽഡ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടെങ്കിൽ അതാണ് അതിന്റെ കളി നടക്കുന്ന ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ ഒരു ഫീൽഡ് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇവിടെയാണ് ക്രിക്കറ്റ് നടക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ ഫീൽഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഫീൽഡ് എന്ന് പറയാം. അതേപോലെ തന്നെ നമുക്കറിയാം ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജ് ചുറ്റുന്ന ഒരു ഗിവൺ ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഓക്കെ, ഇത് നമുക്ക് വായിക്കാം. ഓക്കെ, അപ്പൊ ഒരു ഗിവൺ ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പൊ ചാർജ് ചുറ്റുന്ന ഗിവൺ ഒരു ഫീൽഡ് ഉണ്ടോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജിന് ഇൻഫ്ലുവൻസ് ഉള്ള ഏരിയ ആണല്ലോ അതിന്റെ ഫീൽഡ് എന്ന് പറയാം. ഈ ഫീൽഡ് ഞാൻ എന്ത് ചെയ്യാം, ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഇനി ഈ പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യാം, ആ പോയിന്റ് നമുക്ക് പി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഈ പി എന്നുള്ള പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യാം, ഒരു +1 കൂളം ചാർജിനെ പ്ലേസ് ചെയ്യാണ്. അതാണ് +1 കൂളം ചാർജിനെ ഞാൻ പ്ലേസ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് കാര്യങ്ങൾ മാറ്റാണ് ഇവിടെ ഉണ്ടാവും നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂളംസിൽ എഴുതാൻ പറ്റില്ലോ. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം? F is equal to 1 by 4 pi epsilon 0 Q1 Q2 Q1 എന്ന് പറഞ്ഞാൽ ഇവിടെ Q ആണ്. Q into 1 by ഇവിടെ എന്ത് ചെയ്യാം, R square അല്ലെ. ഓക്കെ, അതെന്താ മനസ്സിലായോ? Q into 1 by R square. ഓക്കെ, ഇവിടെ നമ്മൾക്ക് കിട്ടിയ എന്താ, കൂളം ഫോഴ്സ് ആണ് അല്ലെ. ഇവിടെ ഈ കൂളം ഫോഴ്സിന് ഇവിടെ നമ്മൾ പറയുന്ന പേര് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നാണ്. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്ത് ചെയ്യാം, E എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പൊ E is equal to 1 by 4 pi epsilon 0 Q by R square എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ എന്താ ചെയ്തത്, +1 കൂളം ചാർജിന് ആ പി എന്നുള്ള പോയിന്റിൽ പ്ലേസ് ചെയ്തു. അപ്പൊ ഉണ്ടാവുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യം കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന +1 കൂളം ചാർജിനെ റിമൂവ് ചെയ്യാം. അതിനുശേഷം എന്തൊരു Q എന്നുള്ള ചാർജിനെ പ്ലേസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കൂളം ഫോഴ്സ് എങ്ങനെ ചെയ്താൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, Q എന്നുള്ള ചാർജ് ഉണ്ട്, അതിന്റെ ഫീൽഡാണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് ഒരു P എന്ന പോയിന്റിൽ Q എന്നുള്ള ചാർജിനെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള കൂളം ഫോഴ്സ് ചെയ്താലോ, F is equal to 1 by 4 pi epsilon 0 ഓക്കെ Q into Q divided by R square. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാമല്ലോ 1 by 4 pi epsilon 0 Q by R square നമ്മൾ ഇങ്ങനെ എഴുതാം, ഇലക്ട്രിക് ഫീൽഡ് എന്ന് എഴുതി. അപ്പൊ F is equal to നമുക്ക് ഇങ്ങനെ എഴുതാം Q into E എന്ന് എഴുതിക്കൂടെ. ഓക്കെ, അതായത് ഈ ഒരു ക്വാണ്ടിറ്റി 1 by 4 pi epsilon 0 Q by R square അതിന് നമുക്ക് എന്ത് ചെയ്യാം, E എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇവിടെ നേരത്തെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എഴുതിക്കൂടെ F is equal to QE. അതിന് ഇലക്ട്രിക് ഫീൽഡ് കണ്ട E is equal to ഫോഴ്സ് ബൈ ചാർജ്. ഓക്കെ, അതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് ബൈ ചാർജ് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ യൂണിറ്റ് എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് അല്ലെ. ചാർജ് യൂണിറ്റ് കൂളംബ്. അപ്പം ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താ? ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ഇതാണ് യൂണിറ്റ്, ന്യൂട്ടൺ പെർ കൂളം. അപ്പൊ ന്യൂട്ടൺ പെർ കൂളാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യാം, ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാണ്.
ഓക്കെ, ഇനി ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അപ്പൊ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന കാര്യം നമ്മൾ പറയണം വെച്ചോ. ഓക്കെ, ആ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സപ്പോസ് ഞാനിവിടെ ഒരു ഡൈപോൾ വരയ്ക്കുകയാണ്. അപ്പൊ ഡൈപോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വിചാരിക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ചാർജസ് ഉണ്ട്. ഇവിടെ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. ഓക്കെ, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസിലാണ് നമ്മൾ എടുക്കുന്നത് 2L ആണ്. ഓക്കെ, ഇവ തമ്മിൽ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് 2L. ഓക്കെ, ഈ സെറ്റപ്പിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ. എന്താ പറയുക, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് എ ഇലക്ട്രിക് ഡൈപോൾ. രണ്ട് ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ചാർജുകൾ ഒരു ചെറിയ ദൂരത്ത് വെക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന സെറ്റപ്പിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മളിവിടെ കൊടുത്തിട്ട് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്, അതിനെ പറയുന്നത് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ നമുക്ക് പറയണം. അപ്പൊ ഇലക്ട്രിക് ഡൈപോൾ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയാ, മൈനസ് ചാർജ് ടു പ്ലസ് ക്യൂ ആണ്. അതായത് മൈനസ് നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കാണ് എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ പറയും. അതായത് ഡയറക്ഷൻ ക്ലിയർ അല്ലേ? അപ്പൊ ഡയറക്ഷൻ പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് നിന്ന് പോസിറ്റീവ് ചാർജ് ഇട്ടാണ്. ഓക്കെ, ഇനി ഡൈപോൾ പറയുമ്പോൾ ഈ ഡൈപോളിന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓക്കെ, സ്ട്രെങ്ത് ഓഫ് എ ഡൈപോൾ എന്ന് പറയുന്ന പേരാണ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ഇതാണ് ഡൈപോൾ മൊമെന്റ്. അപ്പം ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്താ, സ്ട്രെങ്ത് ഓഫ് എ ഡൈപോൾ ആണ്. സ്ട്രെങ്ത് ഓഫ് എ ഡൈപോളിന്റെ സ്ട്രെങ്ത്തിനെ പറയുന്ന ഡൈപോൾ മൊമെന്റ്. അങ്ങനെയാണ് ഡൈപോൾ മൊമെന്റ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പി എന്നുള്ള ലെറ്ററിലാണ് ഡൈപോൾ മൊമെന്റ്. പി ഈക്വൽ ടു ഇവിടെ കിട്ടുന്ന ചാർജ് ഇൻറ്റു സ്മോൾ ഡിസ്റ്റൻസ് QL. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തായാലും ഡൈപോൾ മൊമെന്റ് പി ഈക്വൽ ടു Q ഇൻറ്റു 2L. ഡൈപോൾ മൊമെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡൈപോൾ മൊമെന്റ് എപ്പോഴും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അങ്ങനെയാണ് ഈ ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് ചെയ്താലോ, ഡൈപോൾ മൊമെന്റ് പി ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു 2L അല്ലേ? അങ്ങനെയാണെങ്കിൽ ചാർജിന്റെ യൂണിറ്റ് എന്താ, കൂളംബ് ആണ്. ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ കൂളം മീറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യാം, ഡൈപോൾ മൊമെന്റ് യൂണിറ്റ്. ഓക്കെ, അപ്പം അതിന്റെ യൂണിറ്റ് കിട്ടിയല്ലോ. അപ്പൊ ഇത്ര കാര്യം നമുക്ക് കിട്ടി. നമ്മളിനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, എന്താണ് ഒരു ഡൈപോളിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ്, ആ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിക്കുക. ഇപ്പോ ഈ ഡൈപോൾ എന്നുള്ള വാക്ക് ഉണ്ടായത് തന്നെ ഡൈ ആൻഡ് പോൾ എന്നുള്ള രണ്ട് വാക്ക് കൂടി ചേർന്നിട്ടാണ്. ഇവിടെ ഡൈ എന്ന വാക്കിനെ അർത്ഥമാക്കുന്നത് ടു എന്നാണ്. എന്താണ് ടു, TWO. ഓക്കെ, ഈ പോൾ എന്നുള്ള ലെറ്ററിനെ പറഞ്ഞാണ് ചാർജസ്. ഓക്കെ, അപ്പൊ കമ്പൈൻ ചെയ്ത് പറയുമ്പോൾ അതിന് പറയുന്ന പേരാണ് ടു ചാർജസ്. ഓക്കെ, അപ്പൊ ഡൈപോൾ എന്താ നേരത്തെ പറഞ്ഞ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, സെപ്പറേറ്റ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. അതാണ് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പൊ അതേമാതിരി ഈ വാക്ക് നിന്നാണ് നമ്മൾ ഈ വാക്ക് എന്ന് പറഞ്ഞാൽ അതിനെ സൂചിപ്പിക്കുകയാണ്. ഓക്കെ, ഡൈ എന്ന് പറഞ്ഞാൽ ടു ആണ്, പോൾ എന്ന് പറഞ്ഞാൽ ടു ചാർജസ് ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അടുത്ത പറയേണ്ട ഒരു കാര്യം വെച്ചാൽ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇതൊരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, നമ്മൾ ഈ ഡൈപോളിനെ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാക്കി ക്ലാസ് ചെയ്യുന്നുണ്ട്. എന്താണ് പോളാർ ആൻഡ് നോൺ പോളാർ. ആ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഡൈപോളിനെ രണ്ടാക്കി ക്ലാസ് ചെയ്തിട്ടുണ്ട്, നോൺ പോളാർ ആൻഡ് പോളാർ. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആദ്യം പരിചയപ്പെടാം. ഡൈപോളിന് നമ്മൾ നോൺ പോളാർ ആണെങ്കിൽ, ഡൈപോൾ നോൺ പോളാർ ആണെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് നോൺ പോളാർ വിളിക്കുന്ന കേസിലാണെങ്കിൽ നമ്മൾ ഡൈപോൾ എപ്പോഴും നമുക്ക് ഒരു എക്സാമ്പിൾ ഉണ്ട്. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ CO2 അതുപോലെ മീഥേൻ CH4 ആ കാര്യങ്ങളൊക്കെയാണ് എക്സാമ്പിൾ. ഓക്കെ, അതായത് എന്തൊക്കെയാണ് CO2 ഉണ്ട് അല്ലെങ്കിൽ മീഥേൻ CH4 ഒക്കെ എക്സാമ്പിൾ ആണ്. ഇനി അതുപോലെ ഇൻ ദ കേസ് ഓഫ് പോളാർ മോളിക്യൂൾ ആണെങ്കിൽ അതിന് എക്സാമ്പിൾ ഏറ്റവും വളരെ വാട്ടർ മോളിക്യൂൾ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ നോൺ പോളാർ മോളിക്യൂളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വെച്ചോ, ഇപ്പൊ നോൺ മോളിക്യൂൾ കേസ് എടുക്കുകയാണെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് CO2. അപ്പൊ നമ്മൾ അതൊന്ന് എഴുതി നോക്കാലോ. ഓക്കെ, അപ്പം എക്സാമ്പിൾ ആയിട്ട് CO2 ആണ് അല്ലെ. CO2 എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റും രണ്ട് ഓക്സിജൻ ആറ്റും, അതിനാണ് ഇത് പറയാം CO2 എന്ന് പറയാം. ഓക്കെ, അപ്പം ഒരു കാർബൺ ആറ്റും പിന്നെ അതുപോലെ തന്നെ ഒരു ഓക്സിജൻ ആറ്റും നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണ്, 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി ആയതുകൊണ്ട് അതിനെ ലീനിയർ എന്ന് പറയാൻ പറ്റും. എന്താണ് ലീനിയർ ഷേപ്പാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് സെൻട്രൽ കാർബൺ ആറ്റത്തിന് പ്ലസ് ക്യൂ ചാർജും ഓക്സിജൻ ആറ്റത്തിന് മൈനസ് ക്യൂ ചാർജുമാണ് ഉള്ളത് രണ്ടെങ്കിലും. ഓക്കെ, ഇതാണ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇങ്ങനെ എഴുതാലോ. ഓക്കെ, ഈ പ്ലസ് ക്യൂ ചാർജിനെ പ്ലസ് ക്യൂ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ, മൈനസ് ക്യൂ ഇവിടെ എഴുതാം. ഓക്കെ, മൈനസ് ക്യൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഡൈപോളിന്റെ എപ്പോഴും ഡയറക്ഷൻ എവിടെ നിന്നാണ്, എപ്പോഴും നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജിലേക്കാണ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക. ഈ നമുക്ക് ഇതിൽ പറയാനുള്ള കാര്യം വെച്ചാൽ എപ്പോഴും
ഡൈപോളിന്റെ കേസ് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാം. അതായത് ശ്രദ്ധിക്കുക, ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്ക് എന്ത് ചെയ്യുക, ഡൈപോളിന്റെ ഡയറക്ഷൻ. അങ്ങനെയാണ് ഇവിടെയുള്ള ഡൈപോൾ മൊമെന്റിനെ P1 കൊടുക്കുക. ഇവിടെ നെഗറ്റീവ് ചാർജ് ടു P1ലേക്കാണ് ഇവിടെയുള്ള ഡൈപോൾ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ P2 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുമല്ലോ ഈ P1 P2 ഈക്വൽ ആണ്, പക്ഷെ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതായത് P1 ഈക്വൽ ടു മൈനസ് P2 എഴുതി കൂടെ, P1 ഈക്വൽ ടു മൈനസ് P2 എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യുക, 0 ആയിരിക്കും. അതായത് നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ശ്രദ്ധിക്കുക, ഈ CO2 എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് ലീനിയർ ആണ് അല്ലേ? ഓക്കെ, അതായത് സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണ് അല്ലെങ്കിൽ ഇത് സെയിം പ്ലെയിനിലാണ് അല്ലേ? സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, അതായത് നേരെ ഒരൊറ്റ ലൈനിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പൊ സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിന്റെ കോയിൻസൈഡ് ചെയ്താണ് ഇവിടെ നിൽക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതായത് ഇവിടെ ഒരൊറ്റ ലൈനിലാണ് വരുന്നത്. ശരിക്കും പ്ലസ് ക്യൂ ചാർജും മൈനസ് ക്യൂ ചാർജും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ലൈനിലാണ്. അതിനാണ് സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിന്റെ കോയിൻസൈഡ് എന്ന് പറയാം. ഓക്കെ, അതായത് അലൈൻ അറ്റ് സെയിം പ്ലെയിൻ, അത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവിന്റെ സെയിം പ്ലെയിനിലാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പോളാർ മോളിക്യൂളാണ് H2O കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം H2O നമ്മൾ കൺസിഡർ കഴിഞ്ഞാൽ എന്താണ്, രണ്ട് ഹൈഡ്രജൻ ആറ്റും ഒരു ഓക്സിജൻ ആറ്റും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബെൻഡ് ഷേപ്പാണ്. ബെൻഡ് ഷേപ്പ്. ഇതിന്റെ ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രിയാണ്. അതൊരു ബെൻഡ് ഷേപ്പാണ്. ഓക്കെ, ബെൻഡ്. ഓക്കെ, ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇൻ ദ കേസ് ഓഫ് നമ്മൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ, അതായത് പോളാർ മോളിക്യൂൾ ആകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡൈപോൾ മൊമെന്റ് പെർമനന്റ് ആയി. എന്താണ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ആയി ഉണ്ടാവുക, ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ആണ്. ഇവിടെ എന്ത് ചെയ്യാം, നോൺ പോളാർ ആകുമ്പോൾ നോ ഡൈപോൾ മൊമെന്റ്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ ബെൻഡ് ഷേപ്പാണ് ഉണ്ടാവുക. ഇത് പോളാർ കേസിന്റെ H2ന്റെ കേസിൽ ഇവിടെ ബോണ്ട് ആംഗിൾ 104 ഡിഗ്രിയാണ്, 104.5 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യാം, ഒരു ലീനിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാം സെന്റേഴ്സ് ഓഫ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നെഗറ്റീവ് ചാർജ് കൊടുക്കാം, ഇവിടെ പോസിറ്റീവ് ചാർജ് കൊടുക്കാം, ഇവിടെ പോസിറ്റീവ് ചാർജ് കൊടുക്കാം. ഓക്കെ, മൈനസ് ക്യൂ കൊടുത്താം. ഓക്കെ, അപ്പൊ ഈ സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് കോയിൻസൈഡ് ചെയ്യുന്നില്ല, ആ കാര്യം നമുക്ക് പറയാൻ പറ്റില്ലോ. ഓക്കെ, സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഡു നോട്ട് കോയിൻസൈഡ്. അതായത് അലൈൻ അറ്റ് സെയിം പ്ലെയിനിലല്ല, ഒരു ബെൻഡ് ഷേപ്പാണ്, അതുകൊണ്ട് തന്നെ സെയിം പ്ലെയിനിലല്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ കാര്യങ്ങൾ എഴുതാം. ആ കാര്യങ്ങൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോൺ പോളാർ മോളിക്യൂൾ എക്സാമ്പിൾ CO2 ഉണ്ട്, അതുപോലെ CH4 മീഥേൻ ഉണ്ട്. ഓക്കെ, പിന്നെ പോളാർ മോളിക്യൂൾ കാണിച്ചത് H2O പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യണേ. അതായത് നമ്മൾക്കിവിടെ പറഞ്ഞു നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും നോൺ പോളാർ മോളിക്യൂളിന്റെ കേസിൽ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ എന്ത് അവിടെ ഡൈപോൾ മൊമെന്റ് 0 ആവും ചെയ്യും. ഓക്കെ, അതാണ് നോൺ പോളാർ. ഈ പോളാറിനെ കുറിച്ച് നമുക്ക് പറയാം. പോളാർ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ഡൈപോൾ മൊമെന്റ് ഉണ്ടായി. അതാണ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. എക്സ്റ്റേണൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിൽ അവിടെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ആക്കി ഉണ്ടാവും. ക്ലിയർ ആണല്ലോ? അതെ. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്, സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആർ കോയിൻസൈഡ്. ഓക്കെ, അപ്പൊ ഞാൻ നോൺ പോളാർ മോളിക്യൂളിനെ വെച്ചാൽ ലീനിയർ ഷേപ്പ് ആണ്. അപ്പൊ സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് നെഗറ്റീവിന്റെ ഒരേ ലൈനിലാണ്, അല്ലെങ്കിൽ അറ്റ് സെയിം പ്ലെയിനിലാണ്. അങ്ങനെ നമുക്ക് പറയാം അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇൻ ദ കേസ് ഓഫ് പോളാർ മോളിക്യൂൾ H2 ആണല്ലോ എക്സാമ്പിൾ, അത് ബെൻഡ് ഷേപ്പ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ രണ്ട് പോസിറ്റീവ് ചാർജും അതുപോലെ രണ്ട് നെഗറ്റീവ് ചാർജുകളും എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതായത് വേറെ പ്ലെയിനിലാണ് ഉള്ളത്, ഓപ്പോസിറ്റ് പ്ലെയിനിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഡു നോട്ട് കോയിൻസൈഡ്. സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഡു നോട്ട് കോയിൻസൈഡ്. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മൾ പറയുന്നത് പോളാർ മോളിക്യൂളിന്റെ കേസിൽ നോൺ പോളാർ മോളിക്യൂളിന്റെ കേസിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. അതുവരെ ഗുഡ് ബൈ.